NSSന്റെ ആരംഭകാലം മുതൽ സെക്രട്ടറിയായിരുന്ന മന്നം ആ സ്ഥാനം രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ്. 1945 ഓഗസ്റ്റ് 17 NSS പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെച്ച മന്നം ഏത് കർമ്മരംഗത്തേക്കാണ് സജീവമായി ഇറങ്ങിയത്? രാഷ്ട്രീയ പ്രക്ഷോഭണം. 1947 മെയ് 25 ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി മന്നം തൻ്റെ വിഖ്യാതമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഇത് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം മുതുകുളം പ്രസംഗം. ലോകാരോഗ്യ സംഘടന എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 1. എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 18. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? HIV വൈറസ്. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. 1964 സ്ഥാപിതമായ മന്നം ഷുഗർ മിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്തളം. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന്? 1989. ആരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്തു പത്മനാഭനെ വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം ഏത്? 1878 ജനുവരി 2. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് ആര്? മന്നത്ത് പത്മനാഭൻ. ഏത് വർഷമാണ് മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരതകേസരി എന്ന ബഹുമതി ലഭിച്ചത്? 1959. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് എന്ന്? 1966. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരുന്ന. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആര്? K. കേളപ്പൻ നായർ. NSSന്റെ നേതൃത്വത്തിൽ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? പന്തളം. NSSന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഭൃത്യജനസംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് മാറ്റിയ വർഷം ഏത്? 1915 ജൂലൈ 11. NSS സ്ഥാപിതമായ വർഷം ഏത്? 1914 ഒക്ടോബർ 31. മന്നത്ത് പത്മനാഭൻ രചിച്ച ആത്മകഥാഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്?
എൻ്റെ ജീവിത സ്മരണകൾ 1957. മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ്. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഏത്? NSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നോടിയായി ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം രൂപീകൃതമായ വർഷം ഏത്? 1913 ഒക്ടോബർ 9. മന്നത്ത് പത്മനാഭൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് നീലമന ഈശ്വരൻ നമ്പൂതിരി, മാതാവ് മന്നത്ത് പാർവതി അമ്മ. മന്നത്ത് പത്മനാഭൻ ആദ്യമായി അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടത് എവിടെ? ചങ്ങനാശ്ശേരി. ആദ്യകാലത്ത് 10 വർഷം അധ്യാപകനായി ജോലി നോക്കിയ ശേഷം മന്നം ഏത് ജോലിയിലാണ് ഏർപ്പെട്ടത്? വക്കീൽ. പൊതുജനസേവന തൽപരതയും സമുദായ പരിഷ്കരണത്തിനുള്ള മനോഭാവവും മന്നത്ത് പത്മനാഭനിൽ വളർന്നു വന്നത് ആരുമായുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ്? ചങ്ങനാശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകനായ കപ്പന കണ്ണൻ മേനോൻ. 1912 ടൈഫോയിഡ് ബാധിച്ച് ഭാര്യ കല്യാണിയമ്മ മരിച്ച ശേഷം മന്നം കീരിക്കാട്ട് കടക്കത്തറ കുട്ടിയമ്മയെ വിവാഹം ചെയ്ത വർഷം ഏത്? 1914. മന്നത്ത് പത്മനാഭൻ രംഗത്ത് വരുന്നതിന് മുമ്പ് മലയാളി സഭ എന്ന പേരിലും പിന്നീട് കേരളീയ നായർ സംഘടന എന്ന പേരിലും അറിയപ്പെട്ട സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖർ ആരൊക്കെ? CV രാമൻ പിള്ളയും C കൃഷ്ണപിള്ളയും. NSSൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സമസ്ത കേരള നായർ മഹാസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന വർഷം ഏത്? 1915. NSSൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്കൂൾ എവിടെയായിരുന്നു? കറുകച്ചാൽ, കോട്ടയം ജില്ല. എൻ്റെ ബാക്കി ജീവിതകാലം സമുദായ പ്രവർത്തനത്തിനായി സമർപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വക്കീൽ പണി ഈ ബഹുജന സമക്ഷം ഞാൻ രാജിവെച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തകൻ മാത്രമായിരിക്കുന്നതാണ്. മന്നം ഇങ്ങനെ പ്രഖ്യാപിച്ചത് എപ്പോൾ? 1915 ഓഗസ്റ്റ് 25 പെരുന്ന കരയോഗ മന്ദിരത്തിലെ യോഗത്തിലാണ് മന്നം ഇങ്ങനെ പ്രഖ്യാപിച്ചത്. മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സമുദായത്തിൽ ആദ്യമായി നിർത്തലാക്കിയ അനാചാരങ്ങൾ എന്തെല്ലാം? താലികെട്ട് കല്യാണം, തിരണ്ടുകുളി. 1925 പരിഷ്കരിച്ച നായർ റെഗുലേഷനിലൂടെ ഇല്ലാതായ സമ്പ്രദായം ഏത്? മരുമക്കത്തായ സമ്പ്രദായം. വൈക്കം സത്യാഗ്രഹത്തോട് സവർണർക്കുള്ള സഹഭാവം സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ഏത് പേരിലാണ്
ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? സവർണ ജാഥ. ഇന്ത്യ പോസ്റ്റിൻ്റെ ആസ്ഥാനം എവിടെ? ഡാക് ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏത്? മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. സർക്കാർ ഔദ്യോഗിക കത്തിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഏതാണ്? സർവീസ് സ്റ്റാമ്പ്. ആർമി പോസ്റ്റൽ സർവീസിൻ്റെ പിൻകോഡിലെ ആദ്യ അക്കം ഏതാണ്? 9. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് എന്ന്? 1972. ലോകത്ത് ഏറ്റവും വലിയ പോസ്റ്റൽ സംവിധാനം ഉള്ള രാജ്യം ഏത്? ഇന്ത്യ. ടെലിഗ്രാം നിലവിൽ വന്ന വർഷം ഏത്? 1851. ടെലിഗ്രാം നിർത്തലാക്കിയത് എന്ന്? 2013 ജൂലൈ 15. ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ഇന്ത്യ പോസ്റ്റ്. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആര്? സ്വാതി തിരുനാൾ. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ചത് ഏതു വർഷം? 1880. ഇന്ത്യയിൽ പോസ്റ്റൽ സോണുകൾ എത്ര? 9. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9. എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്? 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ വെച്ചാണ്? നാസിക്കിൽ വെച്ച്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 1948 ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 1947 നവംബർ 21. സ്വതന്ത്ര ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് എന്താണ്? ദേശീയ പതാകയുടെ ചിത്രവും ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും. ലോകത്ത് ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏത്? പെന്നി ബ്ലാക്ക്.
തപാൽ സ്റ്റാമ്പിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫിലാറ്റലി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികൾ ഗാന്ധിജി, കസ്തൂർബ. കിങ് ഓഫ് ഹോബി എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ് ശേഖരണം. ലോകത്ത് ആദ്യമായി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആര്? വിക്ടോറിയ രാജ്ഞി. ഇന്ത്യയിൽ ഏകീകൃത തപാൽ സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? 1854 ഏപ്രിൽ 1. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏത്? സിന്ധ് ഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ആയ സിന്ധ് ഡാക്ക് പുറത്തിറക്കിയത് എന്നാണ്? 1852 ജൂലൈ 1. സിന്ധ് ഡാക്ക് പുറത്തിറക്കിയത് എവിടെ വെച്ച്? കറാച്ചിയിൽ. ലോകത്ത് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 10ാമത്തെ രാജ്യം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആര്? മീരാഭായ്. 1951. ഇന്ത്യയിലെ പിൻകോഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട്? 6 അക്കം. ലോകത്ത് ആദ്യമായി സുഗന്ധ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏത്? ഭൂട്ടാൻ. ഇന്ത്യയിൽ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ വർഷം ഏത്? 2006. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശ വനിത ആര്? ആനി ബസന്റ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗോവ. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏത്? ദക്ഷിണ ഗംഗോത്രി, അന്റാർട്ടിക്ക. പോസ്റ്റ് ഓഫീസ് മുഖേന ഭൂനികുതി അടയ്ക്കാനുള്ള സംവിധാനം നടപ്പിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? കേരളം. മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. കേരളത്തിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസ് നിലവിൽ ഉള്ള ജില്ല ഏത്? തൃശ്ശൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസ് നിലവിൽ ഉള്ള ജില്ല ഏത്? വയനാട് ജില്ല. കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ജില്ല ഏത്? തിരുവനന്തപുരം ജില്ല. 2013. ഇന്ത്യൻ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആര്? അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്? ചെന്നൈ, തമിഴ്നാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ.
ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹി, 2013 മാർച്ച് 8. ആധുനിക തപാൽ സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റോളണ്ട് ഹിൽ. ഏതു വിദേശ രാജ്യത്തിൻ്റെ പതാകയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? USSR. ഏറ്റവും അധികം രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ? ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത്? കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത്? പുത്ലിബായ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പലചരക്കു വ്യാപാരി. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത്? ഉത്തംചന്ദ് ഗാന്ധി. ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്താണ്? പോർബന്ദറിലെ ദിവാൻ. ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുദ്ര എന്തായിരുന്നു? അവരുടെ ആത്മവിശുദ്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത്? കണക്ക്. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം ഏത്? ലജ്ജ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത് ഏതു വർഷം? 1925. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? 61-ാമത്തെ വയസ്സിൽ. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ്? വടകരയിൽ വെച്ച്. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? 1915. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? സർവോദയ. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമാണ്? 1888.
ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? 3 വർഷം. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? തൻ്റെ അമ്മയുടെ വിയോഗം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്ത്? ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏതു വർഷം? 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാൻ ആണ് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? അബ്ദുള്ള സേട്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര്? ലിയോ ടോൾസ്റ്റോയ്. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? സർദാർ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര തുടങ്ങിയത് എന്നായിരുന്നു? 1930 മാർച്ച് 12 രാവിലെ. ദണ്ഡിയാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ്? 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? ഏത് സമ്മേളനം? 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ചൗരി ചൗരാ സംഭവം. ഗാന്ധിജി അന്തരിച്ച ദിവസം ഏത്? 1948 ജനുവരി 30. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഹേ റാം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത്? 1857. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? 1498. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത്? പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം? ബംഗാൾ നവാബ് സിറാജുദ്ദൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? മീററ്റ്, ഉത്തർപ്രദേശ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ്? ബീഹാർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? വി.ഡി. സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആര്? രാജഗോപാലാചാരി. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി.